ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കൊച്ചി കസ്റ്റംസിലോട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിൽ വന്നിരിക്കുന്ന ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ച പോലെ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കൊച്ചി കസ്റ്റംസിലേക്കാണ് ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയിലുള്ളവർക്ക്, അതായത് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. നമുക്ക് 3 തസ്തികകളിലായിട്ടാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ഹൽവായി കം കുക്ക്. അപ്പോൾ ഒരു കുക്കിൻ്റെ വേക്കൻസിയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ക്ലർക്കിൻ്റെ വേക്കൻസിയാണ്, ഒരു വേക്കൻസിനാണ് വന്നിരിക്കുന്നത്. അടുത്തത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്, നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ മൂന്നാമത്തെ തസ്തികയിലേക്ക്, അതായത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിയാണ് 12 പേർക്കായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ഒഴിവുകളായിട്ട് ഒന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് ഹൽവായി കം കുക്ക്, നമ്പർ ഓഫ് വേക്കൻസീസ് 1 അപ്പോൾ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇവിടെ സാലറി എന്ന് പറയുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് അപ്രോക്സിമേറ്റ് സാലറി ഇവർ പറയുന്നത്. അതുപോലെ ഇതിലേക്ക് വേണ്ട എലിജിബിലിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാണ്. അതല്ലെങ്കിൽ അതുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിപ്ലോമ കാറ്ററിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷനാണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ കുക്കിംഗ് പറയുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ല് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഒരു ട്രേഡ് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒഴിവെന്ന് പറയുന്നത് ക്ലർക്കിൻ്റെ ഒഴിവാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വേക്കൻസിയാണ് ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ സാലറി ആയിട്ട് വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് +2 ആണ്. അതല്ലെങ്കിൽ ഈക്വലൻറ്റ് സർട്ടിഫിക്കേഷൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ടൈപ്പിംഗ് സ്പീഡ് അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതായത് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 35 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ്സ്, ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ്സ് 1 മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. അതല്ലെങ്കിൽ ഹിന്ദി 30 വേർഡ്സ് 1 മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ സ്പീഡുള്ളവരായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അടുത്തത് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആണ്. അതിലേക്കാണ് കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. 12 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇവിടെ സാലറി ആയിട്ട് പറയുന്നത് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ് അതാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈക്വലൻ്റ് എന്തെങ്കിലും സർട്ടിഫിക്കേഷനാണ്. ഇനി ഈ 3 ഒഴിവിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 25/10/2024 ആണ്. അതായത് ഒക്ടോബർ 25-ാം തീയതി വരെ ഈ പറയുന്ന 3 ഒഴിവിലേക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ്, ഓൺലൈനായിട്ടല്ല ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ തപാൽ വഴി അപേക്ഷ അയക്കേണ്ടത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അയച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ 10th +2 അതെല്ലാം നിങ്ങൾ ഈക്വലൻ്റ് ഏത് സർട്ടിഫിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ എല്ലാം കോപ്പിയും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും കൂടി തന്നിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ കമ്മിറ്റി സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് സ്കിൽ ടെസ്റ്റിനായിട്ടായിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അതല്ല കുക്കിൻ്റെ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്കിൽ ടെസ്റ്റ് ഡയറക്റ്റ് അവർ വിളിച്ച് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും അടങ്ങിയിട്ടുള്ള ആ ഒരു എൻവലപ്പിൻ്റെ മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റൽ ക്യാൻറ്റീൻ പോസ്റ്റ് എന്ന് എഴുതുന്നത് മാൻഡാറ്ററി ആണ്. അതുപോലെ നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോബിലേക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൊച്ചി കസ്റ്റംസിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഈ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരുവിധ അപേക്ഷാ ഫീസും ഈടാക്കുന്നതല്ല. അപ്പോൾ അപേക്ഷിക്കാനായിട്ട് 25/10/2024 മുൻപായി നിങ്ങൾക്ക് തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ്.
അപേക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, പാർട്ട് ടൈം, ഫുൾ ടൈം വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്